BOC ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സമ്മേളനം കൊച്ചിയിൽ നടന്നു. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ പാസ്റ്റർ സതീഷ് കുമാർ, കാൽവറി ടെമ്പിൾ ചർച്ചിന്റെ ശുശ്രൂഷകനാണ് അദ്ദേഹം തന്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് ഒരു സഭയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിന് 5 രഹസ്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തു. അതിലൊന്നാമത്തേത്, ക്രിസ്തുവില്ലാതെ ഒരു ശുശ്രൂഷകന് പ്രവർത്തിക്കുവാൻ സാധിക്കയില്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ജോൺ വെസ്ലി, അനുഗ്രഹീതനായ ദൈവദാസൻ, 38ാമത്തെ വയസ്സുവരെ തൻ്റെ സഭ നടത്തിയിരുന്നത് ക്രിസ്തു ഇല്ലാതെയായിരുന്നു, ദൈവമില്ലാതെയായിരുന്നു. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടും. The first secret of your church growth, നിങ്ങളുടെ സഭാ വളർച്ചയുടെ ആദ്യ രഹസ്യം Christ. ക്രിസ്തു. Christ is the secret of your church growth. നിങ്ങളുടെ സഭാ വളർച്ചയുടെ ആദ്യത്തെ രഹസ്യം ക്രിസ്തുവാണ്. But my question is, എന്നാൽ എൻ്റെ ചോദ്യം, is it possible to serve God without God? ദൈവത്തെ കൂടാതെ ദൈവത്തെ സേവിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. Is it possible for you to be a pastor without God? ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊരു പാസ്റ്ററായിരിക്കാൻ കഴിയുമോ, അത് സാധ്യമാണോ എന്നതാണ് എൻ്റെ ചോദ്യം. Is it possible to preach without Christ? ക്രിസ്തുവിനെ കൂടാതെ പ്രസംഗിക്കാൻ സാധ്യമാകുമോ? Is it possible to prophesy without Christ? ക്രിസ്തുവിനെ കൂടാതെ പ്രവചിക്കുവാൻ സാധ്യമാണോ? Is it possible to perform signs and wonders without Christ? ക്രിസ്തു ഇല്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? So what is your answer? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? Is it possible to serve God without God? ദൈവം ഇല്ലാതെ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? Yes or no? അതെ ആണോ അല്ലേ ആണോ? If you say yes, show me your hand. യെസ് എന്നാണെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിയാട്ടെ. Is it possible to serve God without God? ദൈവത്തെ കൂടാതെ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? How many say no? എത്ര പേര് അതിന് നോ എന്ന് പറയും? Can I see your hands? കരം ഒന്ന് കാണിച്ചാട്ടെ. So most of you say that it is impossible to serve God without God. നിങ്ങളിൽ ബഹുഭൂരിഭാഗം പേരും പറഞ്ഞു കഴിഞ്ഞു, ദൈവത്തെ സേവിക്കാൻ ദൈവത്തെ കൂടാതെ സാധ്യമാവുകയില്ല. Turn your Bibles to Matthew chapter 7. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ And see വേദപുസ്തകങ്ങൾ what തുറക്കാം. Jesus says. യേശു എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 7th chapter, 7-ാം അധ്യായം 22nd, 23rd verse. 22, 23 വാക്യങ്ങൾ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും. See what it says. എന്താണ് അവിടെ പറയുന്നത്? Lord, Lord, കർത്താവേ കർത്താവേ, have we not prophesied in your name? അങ്ങയുടെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? Have we not driven the demons in your name? നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തില്ലയോ? Have we not done the signs and wonders in your name? നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? The 23rd verse says, 23-ാം വാക്യം പറയുന്നു, who are you? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിരുന്നില്ല, നിങ്ങൾ ആരാകുന്നു? The Lord says, കർത്താവ് പറയുകയാണ്, who are you? നിങ്ങൾ ആരാണ്? Lord, what are you saying? കർത്താവേ, അങ്ങ് എന്താണ് പറയുന്നത്? Who am I? ഞാൻ ആരാകുന്നു എന്നോ? Go to Cochin. കൊച്ചിയിലേക്ക് പോക. Ask everyone. എല്ലാവരോടും, കൊച്ചിക്കാരോടൊന്ന് ചോദിക്ക്. They will tell who I am. ഞാൻ ആരാണെന്ന് കൊച്ചിക്കാരങ്ങേക്ക് പറഞ്ഞു തരും. Mine is an international ministry. എനിക്കൊരു അന്തർദേശീയ ശുശ്രൂഷയുണ്ട്. Mine is a global ministry. എനിക്കൊരു ആഗോള ശുശ്രൂഷയുണ്ട്. Everybody knows about me. എല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാം. Do you know what sort of conferences I held? ഞാൻ എങ്ങനെയുള്ള സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചതെന്ന് Do you know how അറിയാമോ? many big meetings I've conducted? എത്ര മഹായോഗങ്ങളാണ് ഞാൻ സംഘടിപ്പിച്ചെന്ന് അറിയാമോ? Have you not seen the pictures and videos? നീ ആ ഫോട്ടോസും വീഡിയോസും ഒന്നും കണ്ടില്ലേ? I have been awarded as a doctorate. ഒരു ഡോക്ടറേറ്റ് പോലും എനിക്ക് തന്നു, അവാർഡ് ചെയ്തു. The Lord says, കർത്താവ് പറയുകയാണ്, sorry, ക്ഷമിക്കണം, I have no idea about you. നിന്നെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല. Look at the social media. സോഷ്യൽ മീഡിയയിലേക്ക് നോക്ക്, സമൂഹ മാധ്യമത്തിലേക്ക് നോക്ക്. I am everywhere. എല്ലാ മാധ്യമങ്ങളിലും ഞാനുണ്ട്. Sorry, ക്ഷമിക്കണം,
I have no idea about your ministry. നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒരു അറിവും എനിക്കില്ല. What does it mean by that? എന്താണ് അത് അർത്ഥമാക്കുന്നത്? It is possible to serve God without God. ദൈവത്തെ കൂടാതെ ദൈവത്തെ സേവിക്കാൻ കഴിയുമെന്നതാണ് അത് കാണിക്കുന്നത്. On that day, ആ ദിവസം, look what it says. എന്താണ് അത് പറയുന്നത്? On that day, അന്ന് ആ ദിവസം many will say, അനേകർ പറയും, not few. കുറച്ചു പേരല്ല. It doesn't say few. അത് അല്പം പേരെന്നല്ല. Few will say, അല്പം എന്ന് പറയുന്നത് no. It says on that day, ആ ദിവസം many will say, അനേകർ വന്ന് പറയും, we have prophesied. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിച്ചു. We have driven the demons. ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കി. Healed many people. അനേകരെ സൗഖ്യമാക്കി. Performed signs and wonders. അത്ഭുതങ്ങളും ആ വീര്യപ്രവൃത്തികളും ഞങ്ങൾ പ്രവർത്തിച്ചു. I will tell them, ഞാൻ അവരോട് പറയും, I have no idea about your ministry. ഞാൻ നിങ്ങളെ വാസ്തവമായും അറിയുന്നില്ല, നിങ്ങളുടെ ശുശ്രൂഷയും അറിയുന്നില്ല. It is possible to serve God without God. ദൈവത്തെ കൂടാതെ ദൈവത്തെ സേവിക്കാൻ കഴിയുമെന്നതാണ് അത് കാണിക്കുന്നത്. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, you are serving God. നിങ്ങൾ ദൈവത്തെ സേവിക്കുകയാണ്. But my question is, എന്നാൽ എൻ്റെ ചോദ്യം, are you serving God with God? ദൈവത്തോടുകൂടെയാണോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്, Or without God? അതാ ദൈവമില്ലാതെയാണോ ദൈവത്തെ You may സേവിക്കുന്നത്? ask me, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, how can we serve God without God? എങ്ങനെ ദൈവത്തെ കൂടാതെ ദൈവത്തെ സേവിക്കാൻ കഴിയും? The Bible is very clear. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. Samson ശിംശോൻ went to that land, ആ ദേശത്തിലേക്ക് ചെന്ന്, went to that lady, ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന്, went to fulfill his lust with the lady in the land. തന്റെ മോഹം ആ സ്ത്രീയുടെ മേൽ നിവർത്തിച്ചു ആ ദേശത്ത്. Then what happened? എന്താ സംഭവിച്ചത് പിന്നീട്? He was bound by chains, അദ്ദേഹം ചങ്ങലകളാൽ കെട്ടപ്പെട്ടു. and he thought, I can break these chains. അദ്ദേഹം വിചാരിച്ചത്, എനിക്ക് ചങ്ങലകളെ പൊട്ടിക്കാൻ പറ്റും. But the Bible says, എന്നാൽ ബൈബിൾ പറയുന്നു, Samson never knew that Lord left him. യഹോവ തന്നെ വിട്ടുപോയത് ശിംശോൻ അറിഞ്ഞിരുന്നില്ല. It is possible to live in the ministry, do the ministry, be a pastor without God. ഒരു ശുശ്രൂഷകനായിട്ട്, ശുശ്രൂഷയിൽ ഒരു പാസ്റ്ററായിട്ട് ഇരിക്കാൻ നിങ്ങൾ കഴിയും, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ തന്നെ. Today you have to make sure that Christ is in you and is in your church. ഇന്ന് പകൽ നിങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കണം, ക്രിസ്തു നിങ്ങളിലും നിങ്ങളുടെ ശുശ്രൂഷയിലും ഉണ്ടെന്നുള്ള കാര്യം. That was a gospel music concert. ഒരു സുവിശേഷ സംഗീത ശുശ്രൂഷ നടന്നു. The singer is known for gospel songs. അവ പാട്ടുകാരൻ സുവിശേഷ ഫീൽഡിൽ അതൊരു സംഗീതവുമായിട്ട് The auditorium was packed. The auditorium was packed. ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. So he was singing gospel songs. അദ്ദേഹം സുവിശേഷ ഗീതങ്ങൾ പാടിക്കൊണ്ടിരുന്നു. People were excited about his voice and music and all. അദ്ദേഹത്തിന്റെ ശബ്ദം, ആ പാട്ട് എല്ലാറ്റിലും ജനങ്ങൾ ആവേശഭരിതരായി. Now finally he said, I'm going to conclude this concert with this song, The Lord is my shepherd. അവസാനം അദ്ദേഹം പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു തുടങ്ങുന്ന ഈ ഗാനത്തോടുകൂടെ ഈ മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. So when the gospel singer started singing the Lord's song, the shepherd song, ഈ പാട്ടുകാരൻ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള ഇടയഗീതം പാടി തുടങ്ങിയപ്പോൾ people started clapping. ജനങ്ങൾ കൈയടിക്കാൻ തുടങ്ങി. Some people started whistling. ചിലര് വിസിലടിക്കാൻ തുടങ്ങി. Some people started dancing. ചിലര് നൃത്തം ചെയ്യാൻ തുടങ്ങി. The entire auditorium was roaring. ആ ഓഡിറ്റോറിയം മുഴുവനും അലറി വിളിക്കുകയായിരുന്നു. And the singer was excited. The people were excited. പാട്ടുകാരൻ ആവേശത്തിൽ നിറഞ്ഞു, ജനങ്ങളും ആവേശഭരിതരായി. And the organizer invited elderly pastor to the stage. സംഘാടകൻ ഒരു മുതിർന്ന പാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിച്ചു. And said he will conclude with a prayer. അദ്ദേഹം അതിങ്ങനെ പറഞ്ഞു, ഈ അദ്ദേഹം പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിക്കും. Elderly pastor came onto the dais like our beloved Casey John. വളരെ മുതിർന്ന ആ ശുശ്രൂഷ, നമ്മുടെ പാസ്റ്റർ കാസി ജോണിനെ പോലെയുള്ള ഒരു മുതിർന്ന ശുശ്രൂഷകൻ സ്റ്റേജിലേക്ക് കയറി വന്നു. Whom people respect. ജനങ്ങൾ ഒത്തിരി ആദരിക്കുന്ന. So he came onto the dais. അദ്ദേഹം ആ വേദിയിലേക്ക് കയറി. Do you know what he said? അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ? Can we sing the same shepherd song once again? ആ ഇടയഗീതം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ആലപിച്ചാലോ? He started singing, അദ്ദേഹം Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് അദ്ദേഹം പാടുവാൻ തുടങ്ങി. No clapping.
കരഘോഷങ്ങളില്ല, no screaming. അലറി വിളികളില്ല. Slowly people stood on their feet. സാവധാനം ഒന്നിന് പിറകെ ഒന്നായി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. No whistles. വിസിലടികളില്ല. As the pastor was singing that song, ആ കർത്താവിൻ്റെ ദാസൻ പാട്ട് പാടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ there were tears in his eyes. അവരുടെ കണ്ണുകളിലൂടെ ആമേൻ കണ്ണുനീര് ധാരധാരയായി പുറത്തു വരാൻ തുടങ്ങി. Tears കണ്ണുനീരുകൾ in the people's eyes. ജനങ്ങളുടെ കണ്ണുകളിൽ നിറയെ കണ്ണുനീരുകളായി. Everyone എല്ലാവരും calm and quiet, വളരെ നിശബ്ദമായി being grateful to God, ദൈവത്തോട് കൃതജ്ഞത ഹൃദയമുള്ളവരായി, filled with his spirit, അവന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി, flowing tears. കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. Then he prayed അദ്ദേഹം അതിനുശേഷം പ്രാർത്ഥിച്ചു. and came and sat in the same place. അദ്ദേഹം ആ പഴയ സ്ഥാനത്തേക്ക് പോയി ഇരുന്നു. The gospel singer asked him, സുവിശേഷ പാട്ടുകാരൻ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, Pastor, when I did sing the same song, ഞാൻ ഇതേ ഗാനം ആലപിക്കുമ്പോൾ everyone clapped, എല്ലാവരും കരഘോഷമുണ്ടാക്കി, some danced, ചിലർ നൃത്തം ചെയ്തു. but when you sing the same song, എന്നാൽ അങ്ങ് അതേ ഗാനം ആലപിക്കുമ്പോൾ people were in tears. ജനങ്ങൾ കണ്ണുനീര് കൊണ്ട് നിറയാൻ തുടങ്ങി. What is the difference? എന്തായിരുന്നു വ്യത്യാസം? The senior pastor said, ആ മുതിർന്ന ശുശ്രൂഷകൻ പറഞ്ഞു, you know the shepherd song. നിനക്ക് ഇടയന്റെ ഗീതം അറിയാം. I know the shepherd. എനിക്ക് ഇടയനെ അറിയാം. I know the shepherd. എനിക്ക് ഇടയനെ അറിയാം. That's why the result is. അതാണ് ഫലം അങ്ങനെ വ്യത്യസ്തമായത്. Pastors, ശുശ്രൂഷകന്മാരെ, you may know the word. നിങ്ങൾക്ക് വചനം അറിയാമായിരിക്കാം. You need to know the word of God. നിങ്ങൾക്ക് എന്നാൽ ദൈവവചനം നിങ്ങൾ അറിയാം. You know how to preach. നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കണമെന്നറിയാം. You know how to sing. എങ്ങനെ പാടണമെന്നറിയാം. But can you say that I know the shepherd? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എനിക്ക് ഇടയനെ പരിചയമുണ്ട്? He started his ministry when he was young. അദ്ദേഹം വളരെ യൗവനക്കാരനായിരുന്നപ്പോൾ തന്റെ He ശുശ്രൂഷ named that ministry Young Holy Team. അത് യങ് ഹോളി ടീം എന്നൊരു പേരാണ് ആ ടീമിന് ഇട്ടത്. And he always preached the Bible. എല്ലായ്പ്പോഴും തിരുവെഴുത്തുകൾ അദ്ദേഹം പ്രസംഗിച്ചു. And he always disciplined himself. തന്നെ അച്ചടക്കമുള്ളവനാക്കി നിർത്തി. Disciplined his entire team. തന്റെ ടീമിനെ മുഴുവൻ ഒരു അച്ചടക്കമുള്ള ടീമാക്കി. And he became a pastor. അദ്ദേഹം ഒരു പാസ്റ്ററായി. And now he's about 38 years. ഇപ്പോൾ ഒരു 38 വർഷത്തോളമായി. But the point is, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, he doesn't have Christ in his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ക്രിസ്തുവില്ലായിരുന്നു. He founded a ministry അദ്ദേഹം ഒരു ശുശ്രൂഷ ആരംഭിച്ചു as a young man. ഒരു യൗവനക്കാരൻ. And he became a pastor. ഒരു പാസ്റ്ററായി മാറി. But then he realized, എന്നാൽ അതിനുശേഷമാണ് അദ്ദേഹത്തിന് I തിരിച്ചറിവുണ്ടായത്, don't have Christ in my life. എന്റെ ജീവിതത്തിൽ ക്രിസ്തുവില്ല. So is it possible to be a pastor without Christ? ക്രിസ്തുവിനെ കൂടാതെ ഒരാൾക്ക് പാസ്റ്ററാകാൻ കഴിയുമോ? It happened in his life. ഇത് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു. When he was 38 years, അദ്ദേഹം 38 വർഷം പ്രായമുള്ളവനായി he മാറി. realized, അദ്ദേഹം തിരിച്ചറിഞ്ഞു, I don't have Christ in my life. എന്റെ ജീവിതത്തിൽ ക്രിസ്തുവില്ലായിരുന്നു. And he read a gospel tract അദ്ദേഹം ഒരു സുവിശേഷ written by Martin Luther. മാർട്ടിൻ ലൂതറുമായി As he read the gospel tract, അദ്ദേഹം ആ സുവിശേഷ ലഘുലേഖ വായിച്ചു. the Holy Spirit convicted him. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കുറ്റബോധം വരുത്തി. With tears, he submitted his life to God. കണ്ണുനീരോടെ തന്റെ ജീവിതത്തെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. And his name, അദ്ദേഹത്തിന്റെ പേരാണ് John Wesley. ജോൺ വെസ്ലി. John Wesley pastored a church without Christ. ക്രിസ്തുവിനെ കൂടാതെ ഒരു സഭയെ ശുശ്രൂഷിച്ചു. But when he realized, എന്നാൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു, I'm preaching Christ, ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്, but having no Christ in my life. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇല്ലാതെയാണ് പ്രസംഗിച്ചത്. You might be the same person today. നിങ്ങൾ ഒരു പക്ഷേ അതുപോലൊരു വ്യക്തി ആയിരിക്കാം. Question yourself. നിങ്ങളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്തേ, do I have Christ in my life? എന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? You want to see growth in your church? നിങ്ങൾക്ക് നിങ്ങളുടെ സഭയ്ക്കകത്ത് വളർച്ച വേണമെന്നുണ്ടോ? You need to have Christ in your life. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വേണം.